ഹായ്, ഹലോ, നമസ്കാരം, നമസ്തേ. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഫിലിം അനാലിസിസ് ആയിരിക്കും. ചെറിയൊരു വാല്യുവേഷൻ ഉണ്ടാവും അതിനുശേഷം. അപ്പോൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബരമുല്ല എന്നുള്ള സിനിമയെ പറ്റിയാണ്. ഇപ്പം അടുത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് റിലീസാണ്. ഹിന്ദി സിനിമയാണ്. ഇപ്പോൾ ബരമുല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കാശ്മീരിലുള്ള ഒരു സ്ഥലം, സ്ഥലത്തിൻ്റെ പേരാണ് ബരമുല്ല എന്ന് പറയുന്നത്. സിനിമ വിഷയമാക്കുന്നതും കാശ്മീരിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കഥയാണ്. എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇടത്തമാർ പൊതുവെ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് കാശ്മീരി പണ്ഡിറ്റ്സിനെ പറ്റിയിട്ട്. 1990കളിൽ ഒരു മുസ്ലിം തീവ്രവാദ സംഘടന കാശ്മീരിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. കുറേ കാലം മുന്നേ നമ്മൾ മുഗളന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ആയിട്ട് കാശ്മീരിലുള്ള അധിക പേരെയും ഫോഴ്സ്ഡ് കൺവേർഷനും മറ്റ് പല ഫോഴ്സ് കൺവേർഷൻ ആയിരുന്നു അധികവും. പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ കമോഡിറ്റീസൊക്കെ വെച്ചിട്ടും കൂടി കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും പൊതുവെ കൺവേർഷൻസൊക്കെ 95%, 98% അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. ആരും പഠിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇരുന്നാലും എന്ത് തന്നെയാണെങ്കിലും ഈ ഒട്ടുമിക്ക ഹിന്ദുസിനെയും കാശ്മീരിൽ ഫോഴ്സ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അവരൊക്കെ മുസ്ലിംസ് ആക്കി പല കാര്യങ്ങളും പല മുഖേനയും പല രീതികളിലൂടെ. അതിനുശേഷം അവിടെ മുസ്ലിംസ് ആവാതിരുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം ട്രഡീഷൻസിനൊപ്പം നിന്ന് പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു കാശ്മീരി പണ്ഡിറ്റ്സ്. ബ്രാഹ്മിൻസാണ്. അപ്പോൾ ഇവർ അങ്ങനെ അങ്ങനെ ആയില്ല. ദേ വർ നോട്ട് കൺവേർട്ടഡ്. ദേ വർ നോട്ട് റെഡി ടു ഗെറ്റ് കൺവേർട്ടഡ്. ദേ വർ നോട്ട് റെഡി ടു ബിട്രേ ദെയർ ഓൺ ബീയിങ്. അങ്ങനെ അവർ അതിൽ നിന്ന് പിടിച്ചു നിന്നു. അതിൻ്റെ ബാക്കിയായിട്ട് ഒരു 1990കളിൽ അവർക്കെതിരെ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് നടക്കുന്നു. അത് കൺവേർട്ട് ഓർ ബി കിൽഡ് എന്നുള്ള ഒരു ഇസ്ലാമിൻ്റെ നയം തന്നെ അവിടെ നടപ്പാക്കാൻ ജിഹാദികൾ ഇറങ്ങുകയാണ്. അങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 3 ലക്ഷം പേരാണ് കാശ്മീരിൽ നിന്ന് ഓടേണ്ടി വന്നത് സ്വയരക്ഷാർത്ഥം. അവരിന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് വിഭിന്നമായി കിടക്കുകയാണ്. അധ്വാനം കൊണ്ടും ശക്തമായ 90കളിലും അധ്വാനം കൊണ്ട് പല രീതിയിലും അവർ ശക്തമായിട്ട് പോരാടി. ഈ മുസ്ലിങ്ങളെപ്പോലെ വിക്ടം കാർഡ് ഇറക്കി ഇരവാദം മുഴക്കിക്കൊണ്ട് നടന്നില്ല. അവരുടെ കാര്യം നോക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അതുകൊണ്ട് തന്നെ അവരെപ്പറ്റി ഇപ്പം മിണ്ടാനും സംസാരിക്കാനൊന്നും ആരുമില്ല. അവരെപ്പറ്റി പറയാൻ ഇടത്തന്മാർക്ക് ഈ 1000 നാവില്ല. മുസ്ലിങ്ങളെപ്പറ്റി പറയാനാണ് ഇവിടെ 1000 നാവ്. ഹമാസിനെ പറ്റി, ഇവിടെ ഗ്യാസിനെ പറ്റി മാത്രം പറയാനേ നാവുള്ളൂ. കാശ്മീരി പണ്ഡിതുകളെ പറ്റി നോക്കലി റൈറ്റ്സിൽ 3000 പേരെ കൊന്നൊടുക്കിയതും, കാശ്മീരി പണ്ഡിറ്റ്സ് 1341 പേരെ കൊന്നൊടുക്കിയതും, ചില റിപ്പോർട്ട്സ് 500 എന്ന് പറയുന്നു, ചില റിപ്പോർട്ട്സ് 1341 എന്ന് പറയുന്നു. ഇതിൻ്റെ നടുക്കാണ് സംഖ്യ കിടക്കുന്നത്. അങ്ങനെ 1000 പേരെ കൊന്നൊടുക്കിയ, ഇതേപോലെ തന്നെ 2000, 3000 പേരെ നോക്കലി റൈറ്റ്സിൽ കൊന്നൊടുക്കി, മാപ്പിള റൈറ്റ്സിൽ 3000 പേരെ, 5000 പേരെ കൊന്നൊടുക്കി. ഇതൊന്നും പറയാൻ ആർക്കും വായല്ല. ഇവിടുത്തെ ദുൽഖർമാർക്കും ലാലിമാർക്കും ഈ ആഷിഖബുമാർക്കൊന്നും ഇത് പറയാൻ താല്പര്യമില്ല. അവർക്ക് ഇപ്പം നടക്കുന്ന ഉക്രൈനിൽ നടക്കുന്നതും സുഡാനിൽ നടക്കുന്നതും പറയാൻ താല്പര്യമില്ല. പോട്ടെ, ചരിത്രമായിട്ട് സ്വന്തം രാജ്യത്തിനെ കുറച്ചൊന്ന് സ്നേഹിക്കാമല്ലോ. അതിനെ പറ്റിയും പറയാനൊന്നും താല്പര്യമില്ല. അപ്പോൾ ബാരാമുല്ല എന്ന് പറയുന്ന സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ കാശ്മീരി പണ്ഡിറ്റ്സിനെ പറ്റിയാണ്. ഈ 3 ലക്ഷം പേരെ, ഈ 1341 പേരെ പറ്റിയുള്ള കഥയാണ്. അപ്പോൾ സിനിമ അനാലിസിസ് ആയതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാവും. കഥ മൊത്തത്തിൽ പറഞ്ഞു എന്ന് വരും. എന്നിരുന്നാലും സിനിമ കാണണമെന്നേ പറയുള്ളൂ. കാരണം സിനിമ, ഞാൻ കഥ പറയുന്ന പോലെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് വീഡിയോ ആണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊരു ഹൊറർ സിനിമയാണ്. അതിൻ്റെ ഹൊറഫിക് ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സിനിമ നിങ്ങൾ കാണണം. ഒരു സിനിമാറ്റോഗ്രഫി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രഫി, അതിൻ്റെ പെർഫോമൻസ്, അഭിനയം, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിറക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കാണണം. പക്ഷേ നമ്മൾ അനാലിസിസ് ആയതുകൊണ്ട് നമ്മൾ കഥ മൊത്തം പറയും. അത് ഞാൻ അങ്ങനെ ആയിപ്പോയി, സോറി. അപ്പോൾ അതാണ് കഥ. പ്രധാന നടൻ എന്ന് പറയുന്നത് മാനവ് കൗളാണ്.
നടി ഭാഷ സുംബ്ലി അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട്. മാനാക്കോള സിനിമയിൽ വരുന്നത് ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. കാശ്മീരിലുള്ള ഒരു പോലീസ് ഓഫീസർ, ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ് വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. പല ലെയേഴ്സ്, ഒരു സെക്യുലർ മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ് മുസ്ലിമിൻ്റെ പല ലെയേഴ്സ് മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തതും റൈറ്റ് ചെയ്തതും എഴുതിയ പേരിൽ 3 പേരുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തതിലും 2 പേരുണ്ട്. പക്ഷെ അതിൽ ഒരു പേര് രണ്ടിടത്തും പല സ്ഥലത്തും കോമണായി കിടക്കുന്നുണ്ട്. ആ പേര് മാത്രം പറയുന്നു, ആദിത്യ ധർ. ഡയറക്റ്റഡ് ബൈ ആദിത്യ സുഹാസ് ജംലൻ. അപ്പോൾ പുള്ളിക്കാരനാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെ നുവാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയം. ആ വിഷയത്തിന് അതിൻ്റെ ഗൗരവത്തോടു കൂടി ഒരു അപ്പീസ്മെൻറ്റും ഇല്ലാതെ, ആരെയും വശീകരിക്കാനോ അല്ലെങ്കിൽ ആരെയും അപ്പീസ് ചെയ്യാനോ നോക്കാതെ, ദർ വാസ് നോ അപ്പീസ്മെൻറ്റ് ഫ്രം ഹിസ് സൈഡ്. വളരെ നുവൻസോടു കൂടി അത് കാണിച്ചു. അതിൻ്റെ പോയിഗ്നൻസ്, അതിൻ്റെ ഡെപ്ത് വെച്ചിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ ഇനി നമ്മൾ കഥയിലോട്ട് കിടക്കാം. കഥ തുടങ്ങുന്നത് ബഴമുല്ല എന്നുള്ള സ്ഥലത്തോട്ട് നമ്മുടെ മാനവ് കൗളിൻ്റെ കഥാപാത്രം ഫാമിലിയും എന്തോ ട്രാൻസ്ഫർ കിട്ടിയിട്ട് വരികയാണ്. അങ്ങനെ അവർക്കൊരു വീട് കൊടുക്കുന്നു. അത് ഒരു പഴയ വീട്. ആ വീട്ടിൽ താമസം തുടങ്ങുന്നു. അവിടെ സംസാരിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, ഒരു കാക്ക ഉണ്ട്, തൊപ്പിയ കശുള്ളൊരു കാക്ക ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരുണ്ട് അവിടെ. പുള്ളി സംസാരിക്കാനൊന്നും പറ്റില്ല, ചെവി കേൾക്കാൻ പറ്റും തോന്നുന്നു, എനിക്കറിയില്ല. സംസാരിക്കുന്നില്ല ആ കഥയിൽ. അങ്ങനെ ആ കാക്ക നമ്മളതിൽ പറയുകയാണ്, എനിക്കതിനോട് താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ ചേട്ടൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഒരു മുസ്ലിം ചേട്ടൻ, അവിടെ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മുസ്ലിം ചേട്ടൻ, അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലി ഡൈനാമിക്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വ്യക്തമാണ് തുടക്കത്തിൽ. കാരണം മാനവ് കൗളിൻ്റെ കഥാപാത്രം മകളായിട്ടൊക്കെ സംസാരിക്കാറില്ല. ചില പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള തുടക്കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ ഇതൊക്കെ അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ മാനവ് കൗളിൻ്റെ ആ ഒരു ക്യാരക്ടർ, ആ കഥാപാത്രം, അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റ്, അത് പുള്ളിക്കാരൻ ഒരു മുസ്ലിമായിട്ട് ജനിക്കേണ്ടി വരികയും അതിനുശേഷം രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുകയും, ആ രാജ്യത്തിന് വേണ്ടി പോരാടുന്നതിൻ്റെ ഇടയിൽ രാജ്യത്തിന് വേണ്ടി പോരാടി തിരിച്ചു വരുമ്പോൾ ആ സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് അദ്ദേഹത്തിന് നോക്കിക്കാണുന്നത്. കാഫറുകളുടെ രാജ്യമായതുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി പോരാടി തിരിച്ചു വരുമ്പോൾ കാഫറുകളുടെ രാജ്യത്ത് നിന്നിട്ട് മുസ്ലിങ്ങളെ രാജ്യമായിട്ട് ഇന്ത്യൻ മുസ്ലിംസ് തന്നെ കണക്കാക്കുന്ന പാകിസ്ഥാനുമായിട്ട് പിന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ട്, അല്ലെങ്കിൽ കാശ്മീരിൽ പാകിസ്ഥാനാണല്ലോ അവിടെ പിന്നെ കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും കാശ്മീർ സ്വന്തമാക്കാനും നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു ജവാൻ്റെ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ കഥയാണത്. അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ ഇന്ത്യയിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് സ്വന്തം നാട്ടിലോട്ടോ സ്വന്തം കുടുംബത്തിലോട്ട് വരുമ്പോൾ അയാൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് അത് ഈ കാണുന്നത്. സ്വന്തം നാട്ടുകാർ അയാൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവുക കാശ്മീരിലായിരിക്കും, പിന്നീട് മുർഷിദാബാദിലുണ്ടാവും, പിന്നെ കേരളത്തിലും ഉണ്ടാവും. പൊതുവെ ഒട്ടുമിക്ക മുസ്ലിം സമുദായ കമ്മ്യൂണിറ്റീസിലും കുടുംബത്തിലെ അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റീസിൽ യഥേഷ്ടം പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പോരാടാൻ പോകരുത്, പാകിസ്ഥാൻ നമ്മളെ സ്വന്തം ആളാണെന്ന് പച്ചക്ക് പറയില്ലെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് ഇത് പറഞ്ഞു നടക്കുന്നുണ്ട്. പഴയ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയുന്ന കാര്യം അത്. അപ്പോൾ ഇത് പറഞ്ഞു നടക്കുന്നുണ്ട്, പാകിസ്ഥാൻ ശക്തമായി കഴിഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിംസിന് ഹോപ്പുള്ളൂ എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഇടയിൽ. ഇതുവരെ പച്ചക്ക് പറയില്ല, ഉള്ളുകൂടെ പറയുള്ളൂ. ഇപ്പോൾ അത് പച്ചക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, BJP ഭരിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ അതും പറയും, അതിൻ്റെ അപ്പുറവും പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ. നമ്മുടെ സ്വന്തം പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ലല്ലോ, ഈ ജമാഅത്ത് ഇസ്ലാമിനെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ കെട്ടിപ്പിടിച്ച് നടക്കുന്നത്. പോട്ടെ, ഇതാണ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ കഥ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അങ്ങനെ പുള്ളിക്കാരനെ ഒരു ഇന്ത്യൻ ഭരണകൂടത്തിന് വേണ്ടി, ഇന്ത്യ എന്ന് പറയുന്ന ഹിന്ദു രാജ്യത്തിന് വേണ്ടി പോരാടി, മുസ്ലിം രാജ്യത്തിനെതിരെ പോരാടി, പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിനെതിരെ പോരാടി, സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അയാൾ അങ്ങനെ വീട് മാറി വരികയാണ് വേറെ സ്ഥലത്തോട്ട്. ആ വീട് മാറി വരുന്നിടത്തും കൂടി ഇയാൾ വെറുതെ വിടുന്നില്ല.
വീടിൻ്റെ മുന്നിൽ കാഫർ എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. എന്നിട്ട് ആ എഴുതി വെച്ചതിന് ശേഷം അത് മോള് കാണുന്നു, മോളിനൊരു ട്രോമ ഉണ്ട്, പുള്ളിക്കാരി ഇത് കണ്ടിട്ട് ആ ഒരു ട്രോമ പുള്ളിക്കാരിക്ക് തിരിച്ചു വരുന്നു, അദ്ദേഹം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നു. ഇതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടുകാരുടെ നിന്ന് നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ. സ്കൂളുകളിൽ പോകുമ്പോൾ സ്കൂളിലത്തെ ടീച്ചേഴ്സ് സ്കൂളിൽ വരണ്ട എന്ന് പറയുന്നു. ഈ സ്കൂളുകളിൽ പോകുമ്പോൾ സ്കൂളുകളിൽ വരണ്ട എന്ന് പറയുന്നു. അവിടെ മിലിറ്റൻസിന് ബാക്കിയുള്ളവർക്കും വരുന്നതിന് പ്രശ്നമല്ല, പക്ഷെ ഇന്ത്യൻ പോലീസിന് വരാൻ പറ്റത്തില്ല. എന്താണല്ലേ. പോട്ടെ. ഡോട്ടർ ഫാദർ റിലേഷൻഷിപ്പ്, ഇതാണ് അതിൻ്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത്. പിന്നെ മൊത്തത്തിലുള്ള ഡൈനാമിക്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഭാര്യ പിന്നെ ഭാഷ അസംബ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മാതാവിൻ്റെയും ഒരു കെട്ടിയവളുടെയും, അതായത് ഭർത്താവിൻ്റെയും സ്വന്തം കെട്ടിയവൻ്റെയും സ്വന്തം മകളുടെ ഇടയിൽ കിടന്നിട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ, അത് ശരിയാക്കാൻ നോക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ ഇടയിൽ ഒരു മോനും കൂടി ഉണ്ട്, ഇളയ മോന്. ഇത് കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കാത്തത് കൊണ്ട്, അത് മനസ്സിലാക്കി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടും കള്ളം പറഞ്ഞുകൊണ്ടും കളിയായിട്ട് വെച്ചുകൊണ്ടും മകനും അവിടെ കിടന്ന് വളരുന്നു. ഇതിനിടയിൽ മോനൊരു അപ്രതീക്ഷിത സുഹൃത്ത് അവിടെ ഉണ്ടാവുകയാണ്, ഒരു നിഴലിൻ്റെ സുഹൃത്ത്. അതാണ് നമ്മുടെ പ്രേതം. അപ്പോൾ ഇതാണ് കഥ. ഇങ്ങനെ നമ്മുടെ ഇതൊരു കള്ളമല്ല, ഒരു ഇന്ത്യൻ സെക്യുലറിസം അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നവരുടെ അവസ്ഥയാണ് ഇന്ത്യയിൽ, മുസ്ലിം സമുദായത്തിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നവരുടെ അവസ്ഥ. ഇത് അവർക്ക് മാത്രമുള്ളതല്ല. നമ്മൾ ഇന്ത്യയിൽ നമ്മൾ സെക്യുലറായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ അവസ്ഥയാണ് ഈ പറയണത്. പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. ഇത് ഇന്ത്യയിലെ അവസ്ഥയാണ്, മുസ്ലിങ്ങളുടെ അവസ്ഥ. അതായത് മുസ്ലിങ്ങളുടെ ഉള്ളിൽ തന്നെ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി പോരാടണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ഒരു കള്ളുള്ള കാര്യമല്ല. ഞാൻ ഏതുപോലെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇതേ പറഞ്ഞു നടക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഇത് നടക്കുന്ന കാര്യമാണ്. ഇത് നമുക്ക് വേറൊരു അനുഭവം കൂടിയുണ്ട്. നമുക്ക് നോമ്പ് എടുക്കാൻ വരാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, വയറിന് പ്രശ്നമുള്ളതുകൊണ്ട്. അൾസറേഷൻസ് ഉണ്ട്, ഒരു ക്രോൺസ് ഡിസീസ് തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. അത് തന്നെയാണ്. അപ്പോൾ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെക്കൊണ്ട് നിർബന്ധിച്ച് നോമ്പെടുപ്പിക്കുകയാണ്. അപ്പോൾ നോമ്പെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ കാക്കാമാരുടെ കൊല വിശ്വാസി തന്നെയായിരുന്നു, പക്ഷേ പല വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയ്ക്കെതിരെയും തബ്ലീഗിനെതിരെയും അങ്ങനത്തെ ഇസ്ലാമിലെ ചില സംഘടനകൾക്കെതിരെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ഈ കാന്തപുരത്തിൻ്റെ സംഘടനയെതിരെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അത് ചെയ്യുമ്പോൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ വരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി സുഹൃത്തുക്കൾ വരെ നീ ശരിയല്ല, നിൻ്റെ പാത ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ. അവരൊക്കെ നല്ലവരാണ്. അവരൊക്കെ അമ്പലം തകർത്ത് കഴിഞ്ഞാലും പിന്നെ ഈ 9-5 9-28 പച്ചക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും വിഷയമല്ല. നീ മുസ്ലിങ്ങളൊപ്പം നീ ഹിന്ദുസിനൊപ്പം പഠിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീയും പുരുഷനൊപ്പം ഇരുന്ന് പഠിക്കരുതെന്ന് പറഞ്ഞാൽ, സ്ത്രീ പിന്നെ വീടിന് ഇറങ്ങരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല. ഒക്കെ RSS മാത്രമേ പ്രശ്നമുള്ളൂ. അവർ പിന്നെ പച്ച പാവങ്ങളാണ് ഇത് പറയുന്ന ആൾക്കാർ. ഇതാണ് മെൻറ്റാലിറ്റി. അപ്പോൾ നമ്മൾ ഇതിനെതിരെ പറയുകയും നമ്മൾ നോമ്പെടുക്കാതിരിക്കുകയും കൂടി ചെയ്തപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ എല്ലാവർക്കും, നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പ്രശ്നമായി. എല്ലാവർക്കും മൊത്തത്തിൽ, നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ പ്രശ്നം, നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ പ്രശ്നം. അപ്പോൾ നമ്മളെ കൊണ്ട് പിന്നെ ചില പാട്രിയാർക്കിയൽ ഓവർലോഡ്സ് അല്ലെങ്കിൽ ചില കാക്കാമാരൊക്കെ കൂടി നമ്മളെ നിർബന്ധിച്ച് നോമ്പെടുപ്പിക്കുകയാണ്. അങ്ങനെ നിർബന്ധിച്ച് നോമ്പെടുപ്പിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ പിന്നെ വയറിൻ്റെ മോഷൻ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. ഐ ലോസ് മൈ മോഷൻ കൺട്രോൾ. വീട്ടിൽ നടന്നു പോകുമ്പോൾ തന്നെ ബാറ്റിലൊക്കെ പോകുന്നൊരവസ്ഥ വരെ എത്തി. അതാണ് അവസ്ഥ. പിന്നെ എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വേറെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വേറെ. അപ്പോൾ ഇത് നിർബന്ധിച്ച് നോമ്പെടുപ്പിക്കുക എന്നുള്ള സംഭവം വിശ്വാസമായതുകൊണ്ട് എടുത്തതാണ്, വേറെ നിർത്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയുന്ന ഓരോ കാര്യം അച്ചട്ടാണ്. ആ ഫാമിലി അനുഭവിക്കുന്നതും അച്ചട്ടാണ്. അങ്ങനെ ഇരിക്കാം. ഈ പോലീസ് ഓഫീസർ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതായിരുന്നു പ്രശ്നം. അപ്പോൾ അങ്ങനെ എന്താണ് ട്രോമ, എന്താണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇവരുടെ ആ ഒരു ഫാമിലി ഡൈനാമിക്സിൻ്റെ ഇടയിൽ കൂടി അവിടെ ഇയാൾ അന്വേഷിക്കുന്നത്, നമ്മളെ പോലീസ് ഓഫീസർ അന്വേഷിക്കുന്ന കഥ എന്ന് പറയുന്നത് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന
കുട്ടികൾ കാണാതാവുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ കാണാതെ എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ആ പുള്ളിക്കാരൻ കണ്ടെത്തുന്ന ഒരാളുണ്ട്. അയാൾ കുട്ടികളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഷെയ്വൊക്കെ ചെയ്തിട്ടാണ് നടക്കുന്നത്. കുട്ടികളെ കൂട്ടുകാരെ പോലെ കുട്ടികളെ കൂടെ കൂട്ടാൻ വേണ്ടി കുട്ടികളെ പോലെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട്. ഇതാണ് ഡാപ്പർ മിലിറ്റൻസി എന്ന് പറഞ്ഞ CIA വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ചെറിയ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുക ഇസ്ലാമിസ്റ്റ് പരിപാടികൾക്ക് വേണ്ടി. ജിഹാദ് എന്ന് പറയുന്ന ഹോളി വാറിന് വേണ്ടിയിട്ട്. എന്താ ഹോളി വാർ? തലവെട്ടൽ തന്നെ, കാലുവെട്ട്, കയ്യെട്ട്, തലവെട്ട്, ഇതൊക്കെ തന്നെ. സൂയിസൈഡ് ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാവറാക്രമണത്തിന് വേണ്ടിയിട്ട് ഇതാണ് പരിപാടി വരുന്നത്. ഇങ്ങനെ ചെറുപ്പം തൊട്ടത് കുത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല എന്നൊക്കെ പിന്നെ ഡയലോഗ്സ് ഉണ്ട്. അച്ചട്ടാണത്. ഈ ഓരോ മുസ്ലിം വീടുകളിലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കുട്ടിയെ താരാട്ട് പാടി ഉറക്കുന്നത് മുസ്ലിം വീടുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന് ചൊല്ലിയിട്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല, മുഹമ്മദ് നബി അള്ളാഹു റസൂലാന്ന് പറഞ്ഞിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതന്നല്ലേ ഈ സിനിമയിലും പറയുന്നത്. ഇതിലെന്താ പ്രശ്നം? അച്ചട്ടാണ് സിനിമയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പുള്ളിക്കാരൻ ഇതിനെ മനസ്സിലാക്കുന്നു. ആ ഒരു ചിന്തയാണ് ആ മിലിറ്റൻ്റ് പറയുന്നത്. മിലിറ്റൻ്റിനെ പിടിച്ചപ്പോൾ ഡയപ്പർ മിലിറ്റൻസ് എന്ന് പറയുന്നു. അയാളെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ മനസ്സിലാക്കുന്നു ഈ കുട്ടികളൊന്നും കാണാതായിട്ട് കുട്ടികളൊക്കെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഞങ്ങൾ പിന്നെ ചാവേറുകളായിട്ട് ഇടുന്നതിൻ്റെ മുന്നേ അവർ കാണാണ്ടാവുന്നുണ്ട്. അതിന് നിങ്ങളാണ് കാരണം. നിങ്ങളല്ലേ പിടിച്ചുകൊണ്ടതെന്നാണ് ചോദിക്കുന്നത്. സംഭവം പോലീസുകാരല്ല പിടിച്ചുകൊണ്ടത്, ഇവരും അല്ല പിടിച്ചുകൊണ്ടത്. പിന്നെ ആരാണ്? അവിടെയാണ് നമ്മളെ കഥ വരുന്നത്. കാശ്മീരി പണ്ഡിതുകളുടെ പ്രേതങ്ങൾ ഇപ്പോഴും അവിടെ 5341 പേരുടെ പ്രേതങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട്. അവർ ഈ മുസ്ലിം കുട്ടികൾ, മുസ്ലിമായി ജനിച്ച കുട്ടികൾ ഇങ്ങനെ തീവ്രവാദിയായിട്ട് ചാവേർ സ്ഫോടനത്തിന് വേണ്ടി വിടുന്നതിൻ്റെ ഇടയിൽ ഇവരെ രക്ഷപ്പെടുത്തി വേറെ റയൽമിലോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു ഹൊറർ റയൽമിലോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ ഒരു ഇനാനിമേറ്റ് സ്റ്റേറ്റിൽ അവരെ നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനിടയിൽ കുറേ ഗാഡി ബാത്ത് എന്നൊക്കെ പറയുന്ന ഒരു ആചാരമൊക്കെ ഉണ്ട്. അത് ആ ഒരു നമ്മുടെ മുസ്ലിം ചേട്ടൻ ചെയ്യുന്നുണ്ട്. പിന്നെ മീനും ചോറൊക്കെ വെച്ചിട്ടുള്ള സാധനം കൊടുക്കുന്നുണ്ട് പ്രേതങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥലത്ത്, വീടിൻ്റെ. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ NDTV വന്നിട്ടുണ്ടായിരുന്നു. അത് NDTVൻ്റെ പിന്നെ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു, ന്യൂസ് ചാനലിൽ നമ്മുടെ ആ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ സംഭവം ഇതായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് ആ കാശ്മീരി പണ്ഡിതുകളുടെ പ്രേതങ്ങളാണ് ഈ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നായകൻ്റെ പെൺകുട്ടി, ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ, ആ പെൺകുട്ടീനെയും ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരിയെയും ഇവർ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു വെള്ളപ്പൂവിൻ്റെ ഒരു സിംബോളിസം അവിടെ കാണിക്കുന്നുണ്ട്. അത് കാശ്മീരിലുണ്ടാകുന്ന പൂവുകൊണ്ട് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണോ, അത് കാശ്മീരിലുണ്ടാകുന്ന പൂവാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളിതുവരെ കാശ്മീരിൽ പോയിട്ടില്ല. പോയൊരവസ്ഥ നമ്മൾ പഹൽഗാമിൽ കണ്ടതാണല്ലോ. അപ്പോൾ ഇതാണ് അവസ്ഥ. അത് ഒരു സ്വർഗതുല്യമായിട്ടൊരു സ്ഥലത്തിനെ നരകതുല്യമാക്കിയത് ഇസ്ലാമാണ്, അല്ലാതെ ഇന്ത്യ അല്ല. ഇന്ത്യ അതിനെ സ്വർഗമാക്കാനേ നോക്കിയിട്ടുള്ളൂ, അന്നും ഇന്നും. അപ്പോൾ സ്വർഗമായിട്ട് നിലനിർത്താൻ. അപ്പോൾ ഇതാണ് അവസ്ഥ. പാകിസ്ഥാനും ഇസ്ലാമും കൂടിയാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ തലയിൽ ഇസ്ലാം തന്നെയാണല്ലോ, അതാണ് സത്യം. പോട്ടെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ഇവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ചെറിയ ചെക്കനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഈ ഒരു പ്രേതമായിട്ടുള്ള കളിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടിയുടെ അമ്മേനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അമ്മ പ്രേതത്തിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ അമ്മ പ്രേതത്തിനെ മീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പ്രേതം ഇങ്ങനത്തെ ആ ഒരു റയൽമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാശ്മീരി പണ്ഡിറ്റ്സ് എന്ന് പറയുന്ന ഹിന്ദുസ് കാഫിറോഫോബിയ ഏതുപോലെയാണ് മുസ്ലിങ്ങൾ പിന്നെ മുസ്ലിം അല്ലെങ്കിൽ കാഫിർ കുട്ടികളെ, ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ കാഫിർ ക്രിസ്ത്യാനിയും ഹിന്ദു ആക്കി കണക്കാക്കുന്നത്, അതേപോലെ ഇവർ കണക്കാക്കുന്നില്ല. ഇവരെ മുസ്ലിമായി ജനിച്ച ചെറിയ പിഞ്ചു മക്കളെന്ന് മനുഷ്യരായിട്ട് കണക്കാക്കുന്നുണ്ട്, മനുഷ്യ കുട്ടികളായിട്ട് കണക്കാക്കുന്നുണ്ട്. ആ ഒരു വികാരത്തിലാണ് ഓരോ കുട്ടിയെയും റിക്രൂട്ട് ചെയ്യുന്നതിനിടയിൽ ഈ പ്രേതങ്ങൾ ഇവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിന്ദുസിന് ആ ഒരു കാഫിറോഫോബിയ, ഹിന്ദുസിന് മുസ്ലിം ഫോബിയ ഒന്നും ഇല്ല. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം തന്നെ ഈ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ്. മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു ഇൻവെൻഷനാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്.
ഇത് വിസഗ്രാഡിലും പിന്നെ ട്രിഗണോമെട്രിയിലും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ജെറുസലേം പോസ്റ്റിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. കെയർ എന്ന് പറയുന്ന കമ്മിറ്റി ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു ആർട്ടിക്കിൾ, അവരുടെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ, അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ജെറുസലേം പോസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് അവരുടെ ഇസ്ലാമോഫോബിയ എന്നുള്ളത് മുസ്ലിം ബ്രദറിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത്, ഇസ്ലാമിസ്റ്റുകളുടെ സൃഷ്ടിയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ശക്തമായിട്ട് പറഞ്ഞു. പിന്നെ വിസഗ്രാഡിൻ്റെ ചാനലിൽ പിന്നെ ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ആൻറ്റി ടെററിസം വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ട്രിഗണോമെട്രിയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സത്യം. ഇസ്ലാമോഫോബിയ ഇത് മുസ്ലിം ബ്രദറിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ സാധനം പിടിച്ചിട്ടാണ് കാക്കാന്മാർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകമെമ്പാടും, വെസ്റ്റിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും. അപ്പോൾ ഇതാണ് സത്യം. അപ്പോൾ സംഭവം ഇത് ഞാൻ പറയുന്നത്രേ ഉള്ളൂ. അവർ ഈ കാഫിറുകളോട് ഈ മുസ്ലിങ്ങൾ കാണിക്കുന്ന ഫോബിയ പോലെ അവർ കാണിക്കുന്നില്ല. അത് ഹിന്ദുസ് അന്നും കാണിച്ചിട്ടില്ല, ഇന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഹിന്ദുസ് തന്നെ ലെഫ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ കയറിയിട്ട്, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് ഇമാതിരി കാക്കന്മാരെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള കാക്കന്മാർ തന്നെ, കോൺഗ്രസ്സിലുള്ള ഹിന്ദുസ് തന്നെയാണല്ലോ സ്വന്തം മൂട്ടിൽ വെടിയേക്കുന്ന പോലെ ജമാഅത്ത് ഇസ്ലാമിനെ പിന്തുണച്ച് നടക്കുന്നത്. ഹിന്ദുസിൻ്റെ ഉള്ളിൽ ആ വെറുപ്പില്ല. അപ്പോൾ ഈ പ്രേതങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കാശ്മീരി പണ്ഡിതകളുടെ പ്രേതങ്ങൾ, ഹിന്ദു പ്രേതങ്ങൾ മനുഷ്യനാണ് എന്ന് കണ്ടിട്ട്, മുസ്ലിമോ ഹിന്ദു എന്നല്ല കണ്ടിട്ടല്ല, മുസ്ലിമോ ഗാഫിർ എന്ന് കണ്ടിട്ടല്ല, മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ രക്ഷപ്പെടുത്തുക. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയും അത് അങ്ങനെയൊന്നല്ല ഇങ്ങനെയൊന്നല്ല. ഇതാണ് സത്യം. ഇതിവിടെ എന്താ പറയുക, ശക്തമായിട്ട് നമ്മൾ കൺമുന്നിൽ കാണുന്നതാണ്. ഇത്രയും കാര്യം പറഞ്ഞതാണ്. പോട്ടെ. അപ്പോൾ ഇനി അങ്ങനെ രക്ഷപ്പെടുത്തുന്നു, അത് കാണുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ മിലിറ്റൻസ് ഇവരെ പിടിച്ചത് കൊണ്ടും ഇന്ത്യൻ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതായതുകൊണ്ടും അവരെ നോട്ടട്ടതായതുകൊണ്ടും ഈ ഫാമിലിയെ കൊല്ലാൻ കാഫിറിൻ്റെ ഫാമിലി, സോ കോൾഡ് കാഫിറിൻ്റെ ഫാമിലി ആയിട്ടുള്ള, അല്ലെങ്കിൽ മുർത്തദിൻ്റെ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ മൻബദ്ദല ദീനു ഫക്തുലുഹു എന്നാണ് ബുഖാരിൻ്റെ ഹദീസ് പറയുന്നത്. ഇസ്ലാം മതം വിട്ടവരൊക്കെ കൊല്ലണം. അപ്പോൾ ഒരു കാഫിറിൻ്റെ ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട്, അല്ലെങ്കിൽ കാഫിറിൻ്റെ ഭരണകൂടത്തിന് ജോലി എടുക്കുന്ന ആളായതുകൊണ്ട്, ഇന്ത്യൻ ഭരണകൂടത്തിന് ജോലി എടുക്കുന്ന ആളായതുകൊണ്ട് അയാളുടെ കുടുംബത്തിനെ വകവരുത്താൻ വേണ്ടി നമ്മുടെ മിലിറ്റൻസ് വന്നു വീട്ടിലോട്ട്. ആ മിലിറ്റൻസ് വരുന്നതിൻ്റെ ഇടയിൽ ഇവരെ രക്ഷപ്പെടുത്തിയത് ഈ പ്രേതങ്ങളായിരുന്നു. അപ്പോൾ ഈ പ്രേതങ്ങൾ എന്നിട്ട് പ്രേതങ്ങളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഇവരെ ഇതേപോലെ കൊല്ലായിരുന്നു, അതേപോലെ ഇവരെയും കൊല്ലാൻ നോക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രേതങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരെ രക്ഷിക്കുന്നു പ്രേതം. അതിൻ്റെ ഇടയിൽ പ്രേതങ്ങൾ ഇവരെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സിനിമ ഇറങ്ങുന്നതും നമ്മുടെ ബോംബ് സ്ഫോടനം ഡൽഹി റെഡ് ഫോർട്ടിൽ നടക്കുന്നതും വളരെ റെലവൻസ് ഉള്ളൊരു സീക്വൻസ് ആയിപ്പോയി. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ നമ്മൾ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് 9 സ്ഥലത്ത് പൊട്ടേണ്ട സാധനം അത് ഒരു സ്ഥലത്ത് മാത്രം പൊട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ വളരെ വിദഗ്ധമായിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ നമുക്ക് ഇഷ്ടം. അതാണ് നമുക്ക് BJP യോട് ഇഷ്ടം. ആൻറ്റി ടെററിസം എന്നുള്ള പരിപാടി. ചില കാര്യങ്ങളൊക്കെ എതിർപ്പുണ്ട്, എന്നാലും ഇതാണ് ഈ ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ ഇവർ ഇതിൻ്റെ പിന്നിൽ കുറേ പേരുണ്ടായിരുന്നല്ലോ. അതിലൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു. ആ സ്ത്രീയാണ് ഇതിന് വേണ്ട സഹായം ചെയ്തുകൊണ്ടിരുന്നത്, ഷഹീൻ. ഇതേ സ്ത്രീൻ്റെ ഒരു റോള് പ്ലോട്ട് ട്വിസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം സഹായിയാണെന്ന് വിചാരിച്ച് നിന്നിരുന്ന ഒരാൾ ഈ മാസ്റ്റർ മൈൻഡായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തക്കിയ എന്ന് പറയുന്ന ഡിസീറ്റ് കളിക്കുന്ന, ഇസ്ലാമിലും ഖുറാനിലൊക്കെ പറയുന്ന തക്കിയ എന്ന് പറയുന്ന ആ ഒരു സംഭവമായിരുന്നു ഈ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഈ പുള്ളിക്കാരി എൻ്റെ ഒരു റോള് അതിൽ വരുന്നുണ്ട്. ആ പുള്ളിക്കാരിയാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്, ഇതൊക്കെ എനേബിൾ ചെയ്തിരുന്നത് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അത് ഭയങ്കര പ്ലോട്ടിസ്റ്റായിട്ട് എനിക്ക് തോന്നി, ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെയൊന്നുമില്ല, ഈ ലെഫ്റ്റിസ്റ്റുകൾ പറയും അത് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. തക്കിയും ഇതൊക്കെ കണ്ടിട്ട് വന്നൊരു എക്സ് മുസ്ലിമാണ് പറയണത്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടാണ്, അല്ലാതെ ഇസ്ലാമോഫോബിയും കുഫിയോഫോബിയും നല്ലത് ഉള്ളതാണ്. ഇസ്ലാമോഫോബിയ എന്നുള്ളത് കള്ളമാണ്. ആ കള്ളമാണ് ഈ പറഞ്ഞത്. നിങ്ങളത് പറയുന്നുണ്ടെങ്കിൽ ആ കള്ളത്തിന് നിങ്ങളൊപ്പം നിൽക്കുന്നത്. ഉള്ളത് പോലെ പറയുന്നതാണ് ഈ സിനിമ കാണിക്കുന്നത്.
ഈ സിനിമ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് സിനിമയിലുള്ളത്. ഈ സിനിമ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിനും ഇന്ത്യക്കും വളരെ റെലവൻ്റാണ്, സിഗ്നിഫിക്കൻ്റാണ്. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, കാണേണ്ട ഒരു സിനിമയാണ്. ഇനി ഞാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു അനാലിസിസ് ചെയ്തു, നമ്മുടെ പൊതുവെയുള്ള പരിപാടി. അതായത് ഈ പല മീഡിയകളിലും ഇതിൻ്റെ റിവ്യൂ വരുമല്ലോ. നമ്മൾ ഒരു സിനിമ ബഫും കൂടിയാണ്, സയൻസ് ബഫും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് കൂടി സിനിമ ബഫും കൂടിയാണ്, ഒരു മൂവി ബഫാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ സിനിമനെ പറ്റിയുള്ള റിവ്യൂസും കൂടി നമ്മളിങ്ങനെ വായിച്ചു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടത് നമ്മളെ ലെഫ്റ്റുകളിൽ ഒരു ആൻറ്റി ഇന്ത്യ ആറ്റിറ്റ്യൂഡാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസിനെ നമുക്ക് തെളിയിക്കും കൂടി ചെയ്യാം ഒന്നും കൂടി. അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ സിനിമയ്ക്ക് കൊടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 5-2 ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുക 5-5. ഇത്രയ്ക്ക് പോഗ്നൻ്റ് ആയിട്ടുള്ള, ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ഇത്ര ഭംഗിയായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതൊരു ഹൊറർ സംഭവം എലിമെൻ്റ് അതിൽ കൊണ്ടുവന്നിട്ട് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട്, ഇൻട്രീഗിങ് ആയിട്ട്, വളരെ എൻഗേജിങ് ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മുടെ ഈ ആൾക്കാർ വലിയ എന്തോ സംഭവമായിട്ട് 5 കൊടുക്കാണ്ട്, ഞാൻ 6 കൊടുക്കും. ആ സിനിമേനെയാണ് ഇവർ വന്നിട്ട് ഒരു 5-2 കൊടുത്തിട്ട് അതൊന്നും പോരാ. അപ്പം ഞാൻ എന്നിട്ട് എന്തോ കണ്ടിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വായിച്ചു നോക്കി. പ്രത്യേകിച്ച് ഒന്നുമില്ല അതിൽ. സിനിമ ഇഷ്ടപ്പെട്ടില്ല. സിനിമേനെ പറ്റി നല്ലതൊക്കെ പറയുന്നു, പിന്നെ ആ സിനിമ പോരാന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ബന്ദ് കഴിഞ്ഞു. അതിനെപ്പറ്റി സിനിമേനെ മൊത്തത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ അനാലിസിസോ അതിലെന്താണ് പ്രശ്നമെന്നോ ഒന്നും പറയുന്നില്ല. ഒരു പ്രശ്നമേ ഉള്ളൂ, ഉള്ളതൊന്നും അയാൾക്ക് കാണിച്ചിട്ടില്ല. അപ്പോൾ കാശ്മീർ പണ്ഡിറ്റ് നടന്നതൊന്നും ശരിയല്ല എന്നാണോ പറയുന്നത്? അത് തന്നെ ആയിരിക്കുമല്ലോ, ലെഫ്റ്റുകൾ അങ്ങനെയാണല്ലോ, ആൻറ്റി ഇന്ത്യ ആണല്ലോ എന്നും, അല്ലേ? അപ്പോൾ ഇനി അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പിന്നെ ലെഫ്റ്റ് ആണെന്ന് സ്വയം പ്രഖ്യാപിത ലെഫ്റ്റാണ്, പിന്നെ പോട്ടെ. ഇനി സ്വയം പ്രഖ്യാപിത സെൻട്രിസ്റ്റ് ഉണ്ട്. എനിക്ക് അവരെ സെൻട്രിസ്റ്റിനായി തോന്നിയിട്ടില്ല കേട്ടോ. ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പോൾ അവരിൽ വന്ന റിവ്യൂ എന്താണ്, ഹെഡിങ് എന്ന് പറയുന്നത് ഓക്കെയാണ് എന്നുള്ളൊരു രീതിയിലുള്ള ഹെഡിങ് ആയിരുന്നു. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. റിവ്യൂ ഓഫ് ബരാമുള്ള റിവ്യൂ എന്ന് പറഞ്ഞ് നോക്കിയാൽ മതി. ഹിന്ദുവിൻ്റെയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെ ആർട്ടിക്കിൾസ് ഒന്ന് വായിച്ചു നോക്കാം, റിവ്യൂ. അവരെപ്പോഴും എല്ലാ സിനിമകളിലും പൊതുവെ പറ്റുന്ന കുറേ സിനിമകളിൽ അവരിടാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് ഹിന്ദുവിൽ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് എഴുതുന്നു. എന്നിട്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ സിനിമ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി. എന്നിട്ട് പിന്നെ കാശ്മീർ ഫയൽസിൻ്റെ അത്ര പിന്നെ വളച്ചൊടിക്കലും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസിങ് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഇതൊരു മോഡേൺ, ഒരു ന്യൂ ഏജ്, അല്ലെങ്കിൽ ഇതൊരു ഒരു എന്താ പറയുക, കണ്ടംപററി കാശ്മീരിൻ്റെ ഒരു കഥയാണ്. അവരുടെ കണ്ടംപററി കാശ്മീരി അനുഭവിക്കുന്ന ഒരു വേദനയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. തേങ്ങയാണ് ഇതിൽ കാണിക്കുന്നത്, കണ്ടംപററി കാശ്മീരിൻ്റെ വേദന. ഇതിൽ കാണിക്കുന്നത് ഒരു സെക്യുലർ മുസ്ലിമിൻ്റെ വേദനയാണ്, ഒരു സെക്യുലർ മുസ്ലിമിൻ്റെ വേദന, ഒരു എക്സ് മുസ്ലിമിൻ്റെ വേദനയാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് കാശ്മീരിൽ മാത്രമൊന്നുമല്ല, ഇത് ലോകത്തെമ്പാടും ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ആ രാജ്യത്തൊക്കെ ഏതൊക്കെ ഒരു സെക്യുലർ മുസ്ലിം ഉണ്ടോ അല്ലെങ്കിൽ ഒരു എക്സ് മുസ്ലിം ഉണ്ടോ, അയാളുടെ ഇസ്ലാമിന് ഒപ്പം നിരക്കാത്ത, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട്, സ്വന്തം കൾച്ചറിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ത്യ പോലത്തെ രാജ്യത്തോ അല്ലെങ്കിൽ വേറെ US പോലത്തെ രാജ്യത്തോ പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആ ഗവൺമെൻറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന ഓരോ സെക്യുലർ മുസ്ലിമിനും ഓരോ എക്സ് മുസ്ലിമിനും അനുഭവിക്കുന്ന വേദനയാണ് ഇതിൽ കാണിക്കുന്നത്. അല്ലാതെ ഇവിടെ കാശ്മീരി മുസ്ലിമിൻ്റെ പണ്ടത്തെ അവരുടെ തീവ്രവാദികൾ കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങൾ കാരണം ഇപ്പോഴത്തെ കാശ്മീരി മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദനയൊന്നും അല്ല അതിൽ കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വളച്ചൊടിക്കാൻ ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പോൾ വളച്ചൊടിക്കൽ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട, ഗാസ നിങ്ങളുടെ USSRൻ്റെ ലെഗസി ആയിരുന്നു. ആ പലസ്തീൻ സാധനം നിങ്ങൾക്ക് പ്രശ്നമാണ്. സുഡാനിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, യമനിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഉക്രൈൻ നിങ്ങൾക്ക് പ്രശ്നമില്ല, നൈജീരിയ നിങ്ങൾക്ക് പ്രശ്നമില്ല, മാലി നിങ്ങൾക്ക് പ്രശ്നമില്ല, കോങ്കോ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഇതൊന്നും പ്രശ്നമില്ല. സിറിയ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇന്ത്യയിൽ ചരിത്രപരമായിട്ട് നടന്ന കാര്യങ്ങൾ ലോക്കൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, മാപ്പിള നിങ്ങൾക്ക് പ്രശ്നമില്ല, ഗോദ്രയിൽ ഇതുണ്ടാകുന്നതിൻ്റെ മുന്നേ നടന്ന പ്രശ്നമില്ല, ഗുജറാത്തിൽ ഗോദ്രയ്ക്ക് ശേഷം നടന്ന മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ.
ഇത് തന്നെയാണ് ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ഒരു എന്താ പറയുക, ഈ ഒരു ഡൈവേർഷണറി ടാക്റ്റിക്കാണ് ഹിന്ദു ഉപയോഗിച്ചത്. ഇതിൻ്റെ ഒരു പൊരുൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലും കാണാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ആക്സസ് ഞാൻ പറയുന്നത് ഇത്രയധികം അധപതനം, ഇത്രയധികം വഞ്ചിതരാക്കുന്ന ന്യൂസ് ചാനൽസാണ്, മീഡിയയാണ്, ലെഗസി മീഡിയയാണ് ഇന്ത്യയിലുള്ളത്. ലോകത്തെമ്പാട് തന്നെയാണ് അവസ്ഥ. നമ്മൾ ഇന്ത്യയിലൊരു എക്സാമ്പിൾ നമ്മളിതെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഈ ഒരു കപടത നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ നമുക്ക് പച്ചക്ക് പിന്നെ മനസ്സിലാക്കാം, ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഹിന്ദു പേപ്പറിന് ആ ഒരു ഉള്ളുകൂടിയുള്ള കയറ്റുണ്ടല്ലോ, ഇസ്ലാമിസ്റ്റുകൾ കാണിക്കുന്ന അതേ കളിയാണ് ഇവിടെ കളിച്ചിട്ടുള്ളത്. ഇസ്ലാമിസ്റ്റുകൾ മറ്റേ മീഡിയ കൊണ്ടും മറ്റേ മാധ്യമമൊക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ കളി നമ്മുടെ കാക്കാമാർ കളിക്കുന്ന, ഇസ്ലാമിസ്റ്റുകൾ കളിക്കുന്നവർ വിചാരിക്കുക, അതിൻ്റെ കളി ലെഫ്റ്റ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇസ്ലാം ലെഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. ഇതേ ലെഫ്റ്റ് തന്നെയാണല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണല്ലോ. പിന്നെ ജമാഅത്ത് ഇസ്ലാമി പ്രശ്നമാണ്, പക്ഷേ PDP നമുക്ക് പ്രശ്നമില്ല, മദനി പ്രശ്നമില്ല എന്ന് പറയുന്നത്. ആരാണ് മദനി? മദനിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മദനി ആരാണെന്നുള്ളത്. അമ്മാതിരി തീവ്രതയാണ് അയാളുടെ ഉള്ളിലുള്ളത്. അയാൾ അവിടെ കിടന്ന് തുപ്പിയിട്ടുള്ളത്, ഈ കേരളത്തിൽ ഒന്നടങ്കം തുപ്പിയിട്ടുള്ളത്. അയാളും US ഔലാഖ്യം ഇംഗ്ലീഷിലും ഇയാളുടെ മലയാളത്തിലെ പ്രസംഗങ്ങളും കൂടിയാണ് കേരളത്തിലുള്ള പല മോഡ്യൂളുകളും അൽ-ഖ്വയ്ദയിലും താലിബാനിലും ISISലൊക്കെ പോയി ചേരാൻ കാരണം. ഈ സാധനങ്ങളെയാണ് നിങ്ങളൊക്കെ കൂടി ഇവിടെ വെളുപ്പിച്ചടക്കണം. നിങ്ങളുടെ അജണ്ട ശരിയാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് ഞാൻ NDTVൻ്റെ അടുത്ത് പോയി. NDTV പണ്ട് ലെഫ്റ്റ് ആയിരുന്നു, അപ്പോൾ പിന്നെ നമ്മുടെ അംബാനി ഗ്രൂപ്പ്, അദാനി ഗ്രൂപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. വാങ്ങിച്ചതിന് ശേഷം റൈറ്റാണ്. റൈറ്റ് എന്ന് പറയുന്നത് എല്ലാവരും, അല്ലെങ്കിലും അവർക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ വലതുപക്ഷമാണല്ലോ. വലതുപക്ഷമാണ് പ്രശ്നം, ഇടതുപക്ഷം പ്രശ്നമല്ല, അതാണല്ലോ. അപ്പോൾ ഈ പൊതുവെയുള്ള ഈ റൈറ്റ് വിങ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, NDTV, റൈറ്റ് വിങ്, ഇവർ ഇത് വായിച്ചത് ഞാൻ വായിച്ചു. ഇവർ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ എഴുതിയിട്ടുള്ളത്. 5-ൽ 5, 5-ൽ 4.5, 4.6 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നത് ഇസ്ലാമോ ലെഫ്റ്റിൻ്റെ ആ ഒരു അൺഹോളി അലയൻസാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ പറയുന്നത് ഇവർ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നടക്കാമെന്നല്ല പറയുന്നത്. ഇവരുടെ ഒരു കോമൺ ഗോളുണ്ട്, ആൻറ്റി വെസ്റ്റ്, ആൻറ്റി ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആൻറ്റി പാട്രിയോട്ടിക്, ആൻറ്റി നാഷണൽ ആയിട്ടുള്ള ഒരു അജണ്ട ഉണ്ട്. അത് ഇവർക്ക് എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. അത് പാസ്സാക്കാൻ വേണ്ടി പറ്റിയ ആൾക്കാരാണ് ഇസ്ലാമിസ്റ്റുകൾ, മുസ്ലിങ്ങൾ. കാരണം സ്വന്തം രാജ്യത്തിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. അവർക്ക് കാലിഫേറ്റാണ് വേണ്ടത്, അവർക്ക് ശരിയാണ് വേണ്ടത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് പറ്റിയ ആൾക്കാരാണ്. പിന്നെ ഈ ലെഫ്റ്റുകളിലെ ചിന്താഗതി കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണല്ലോ, ഒരു ഗ്ലോബൽ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് അണ്ടർ ഡിക്റ്റേറ്റർ. ഇതേപോലത്തെ ചിന്താഗതി തന്നെയാണ് നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾക്കുള്ളത്, ഗ്ലോബൽ കലീഫേറ്റ് അണ്ടർ എ കാലിഫ. ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ആ ഒരു കോമൺ ഗോൾ ഉള്ളത് കൊണ്ട് തന്നെ, ആ ഒരു കോമൺ എനിമി ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മച്ച് നടക്കുക. അപ്പോൾ ഈ ഒരു അൺഹോളി അലയൻസ്, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ആ ഒരു അൺഹോളി, അതുകൊണ്ട് തന്നെ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇവർ. ആ ഒരു ആക്സിസ് അവിടെ രൂപപ്പെടുന്നത് അങ്ങനെയാണ്, ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ലെഫ്റ്റ് ആൻറ്റി ഇന്ത്യ ലെഗസി മീഡിയയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യൻ എക്സ്പ്രസ്സൊക്കെ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരിഫിൻ്റെ ചാനൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പ്രിൻറ്റിൽ വന്നുള്ളൊരു ആർട്ടിക്കിൾ, നമ്മുടെ ഒരു ഇന്ത്യൻ അമേരിക്കൻ എഴുതിയിട്ടുള്ളൊരു ആർട്ടിക്കിൾ. പുള്ളിക്കാരൻ നമ്മുടെ റിപ്പബ്ലിക്കൻ പാർട്ടിൻ്റെ ഒരു അംഗമായിരുന്നു, അവിടെ പിന്നെ വൈറ്റ് ഹൗസിൽ പറയാനും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ്റെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അനാലിസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്, നമ്മളതിൽ ഡിസ്കസ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ലെഫ്റ്റ് ഈ ഒരു കാര്യത്തിൽ, ഇങ്ങനത്തെ പല കാര്യങ്ങളും ലെഫ്റ്റ്, ഈ ആൻറ്റി ഇന്ത്യ വിഷയങ്ങളിലൊക്കെ ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റിൻ്റെ പിന്നെ ന്യൂസ് ചാനലുകളായിട്ട് വളരെ ഒത്തുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ഈ കാശ്മീർ മിറർ എന്ന് പറയുന്നതും കാശ്മീരി സ്റ്റാൻഡേർഡ് അങ്ങനെ എന്തോ വേറൊരു പിന്നെ ന്യൂസ് പേപ്പറും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലുള്ള റിവ്യൂ വായിച്ചു നോക്കി. ഇതേപോലെയല്ല അതിൽ ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും ഹിന്ദുവിൻ്റെയൊക്കെ അതേപോലെ തന്നെ, അല്ലെങ്കിൽ പച്ചക്ക് ഇത് നല്ല നടന്നിട്ടുള്ളത് ഞങ്ങളൊക്കെ പാവങ്ങൾ, മുസ്ലിങ്ങളൊക്കെ പാവങ്ങളാണ്, ഈ പണ്ഡിറ്റ്സാണ് ഞങ്ങൾ ചെറ്റകൾ, BJP ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്, RS ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നത്, ആ ഒരു ഇതിലെ ഇരവാദം തന്നെയാണ് അതിലും കണ്ടത് നമ്മൾ.
അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ മീഡിയ വണ്ണിലാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിൻ്റെ മീഡിയ വണ്ണിലാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിൻ്റെ മാധ്യമത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഉള്ളത്. ഇങ്ങനത്തെ ആൾക്കാരായിട്ടാണ് ഇവിടെ അംബേദ്കറൈറ്റ്സും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആയിട്ട് അൺഹോളി അലയൻസ് നടക്കുന്നത്. ഈ അംബേദ്കറൈറ്റ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് അംബേദ്കർ പച്ചയ്ക്ക് ഇസ്ലാമിനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ അംബേദ്കറൈറ്റ്സ് തയ്യാറല്ല. അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അംബേദ്കറൈറ്റ്സ് സ്റ്റാൻഡേർഡ് അവിടെ തന്നെ മനസ്സിലായല്ലോ. നിങ്ങൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ കാണും. അതാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ മാത്രം ഇത് ബാക്കിയുള്ളതിനെ കളയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അംബേദ്കറൈറ്റ്സ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. പോട്ടെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ഗ്രൂപ്പും കൂടി ഇന്ത്യയിലുണ്ട്. ഇതെല്ലാ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഒട്ടുമിക്ക ഡെവലപ്പ് കൺട്രീസിലും ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസിലും ചൈന പോലത്തെ ചൈനേൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല, അത് വേറെ വിഷയമാണ്, അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, വെസ്റ്റിലും ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പുണ്ട്, ക്രോണി കോർപ്പറേറ്റ്സിൻ്റെ ഒരു മീഡിയ ചാനലുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിൽ ABP ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പ് എന്തോ ഒരു ഫുൾ ഫോം ഉണ്ടാവില്ല, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ABP ഗ്രൂപ്പിൻ്റെ നല്ല അടിപൊളി കളികളാണ്. ഇവരൊക്കെ ഇവർ നമ്മളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ABP ഗ്രൂപ്പിൻ്റെ ന്യൂസ് ചാനൽ ABP ഇംഗ്ലീഷുണ്ട്, ABP ഹിന്ദി ഉണ്ട്. അവർ പിന്നെ BJPൻ്റെ ഒപ്പം നിന്നിട്ട് ഇന്ത്യേൻ്റെ ഒപ്പമൊക്കെ നിന്നിട്ട് മറ്റേ പാട്രിയോട്ടിസം നാഷണലിസം ഒക്കെ പറയുന്ന ആൾക്കാരാണ്. ഇവരുടെ തന്നെ ന്യൂസ് ചാനലാണ്, ന്യൂസ് മീഡിയയാണ് ടെലഗ്രാഫ് ഇന്ത്യ. ടെലഗ്രാഫ് ഇന്ത്യ എന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ച് പറയണത് അറിയാം? BJP തേങ്ങകളാണ്, BJP മറ്റേ മറിച്ചതാണ്, ഇന്ത്യൻ്റെ മറ്റേ പോക്ക് ശരിയില്ല. അതേമാതിരി എന്താ പറയുക, നമ്മുടെ ഈ ബാബരി മസ്ജിദിൻ്റെ വിഷയം വന്നപ്പോൾ ഇന്ത്യക്കാരൊക്കെ കഴുതകളാണെന്ന് പറഞ്ഞിട്ടാണ് ടെലഗ്രാഫ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ വന്നിരുന്നത്. അതിൽ വേറെ കുറേ കോൺഗ്രസിൻ്റെ കളികളും അതിൽ പിന്നെ കോൺഗ്രസ് ചെയ്ത ചട്ടത്തരങ്ങളും എന്താണ് ബാബരി മസ്ജിദിലോട്ട് നയിച്ചതെന്നും ബാബരി മസ്ജിദിൻ്റെ ചരിത്രം എന്താണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ്? ഇന്ത്യക്കാർ കഴുതകളാണ്. ഇങ്ങനത്തെ പല സമീപനങ്ങളും ടെലഗ്രാഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അവരുടെ ആർട്ടിക്കിൾസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതേതാ ഗ്രൂപ്പ്? അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചപ്പോൾ ടെലഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് UK ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനെ പറ്റി ഞാൻ നോക്കി. അപ്പോൾ അത് നോക്കിയപ്പോൾ ഇത് ലിങ്ക്ഡാണ് നോക്കി. കാരണം അത് കുറച്ചും കൂടി UK ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാട്രിയോട്ടിക് ആയിട്ടുള്ള നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചാനൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ആവുന്നത്? അപ്പോൾ ഈ ഗ്രൂപ്പ് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി നോക്കുകയാണ് നമുക്ക് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് ടെലഗ്രാഫ് എന്ന് പറയുന്ന UK ഗ്രൂപ്പല്ല, ടെലഗ്രാഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ടെലഗ്രാഫ് ഇന്ത്യ ഈസ് ടോട്ടലി അൺറിലേറ്റഡ്. അപ്പോൾ അതിനെക്കാട്ടിലും വലിയ നഗ്ന സത്യം, ടെലഗ്രാഫ് ഇന്ത്യ എന്ന് പറയുന്ന ABP ഗ്രൂപ്പിൻ്റെ സാധനമാണ്. ഇത് ABP ഒരു ഗ്രൂപ്പാണ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. പിന്നെ ABP ഹിന്ദി, ABP ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ABP ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPയെ പിന്നെ താങ്ങി പിടിച്ചുകൊണ്ടും പിന്നെ പാട്രിയോട്ടിക് നാഷണലിസ്റ്റ് കാണിക്കാൻ വേണ്ടി കുറേ കാണിച്ചുകൊണ്ട് അവിടെ ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ ന്യൂസ് ചാനലിൻ്റെ ഇതേ ഗ്രൂപ്പിൻ്റെ ന്യൂസ് ചാനലാണ് ടെലഗ്രാഫ് ഇന്ത്യ എന്ന ലെഫ്റ്റ് വിങ്, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അപമാനവും ഇതൊക്കെ തുപ്പിക്കൊണ്ടിരിക്കുന്ന സാധനം. ഇതാണ് ക്രോണി കോർപ്പറേറ്റിസം, ഇതാണ് ക്രോണി ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം നമ്മൾ പിന്തുണയ്ക്കുന്നു, പക്ഷേ ക്രോണിക് ക്യാപിറ്റലിസം അത് നമുക്ക് പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ സാധനം ഇതേപോലെ. അപ്പോൾ നമ്മൾ ലെഫ്റ്റുകളുടെ ലെഗസി മീഡിയൻ്റെ കാര്യം പറഞ്ഞു, അവർക്ക് പ്രത്യേക ഐഡിയോളജി ഉണ്ട്, അവർക്ക് ആ രീതിയിലുള്ള ഫണ്ടിങ്ങും ഉണ്ട്. ആൻറ്റി ഇന്ത്യ ഇസ്ലാമിസ്റ്റുകൾക്ക് നിന്നിട്ടും ചൈനയിൽ നിന്നിട്ടും റഷ്യയിൽ നിന്നിട്ടൊക്കെ ഫണ്ടിങ് ഉണ്ട്. ഇതേപോലെ റൈറ്റ് വിങ്ങിന് BJPൻ്റെ അടുത്ത് നിന്ന് ബാക്കിയുള്ള ഫണ്ടിങ് ഉണ്ടാവും. കാരണം വേണമല്ലോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പിടിച്ചേക്കാൻ ഫണ്ടിങ് കൊടുത്തിട്ട് ഇങ്ങനത്തെ ചാനലുകൾ ഉണ്ടാവണമല്ലോ. പോട്ടെ, അത് അങ്ങനെ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മീഡിയ വണ്ണിനൊക്കെ എതിർത്ത് നിൽക്കുന്നതിനെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ABP ഗ്രൂപ്പിൻ്റെ കാര്യമാണ് കോമഡി. ഒരു ഭാഗത്തെ കൂടി മറ്റോടത്ത് പറയുന്നു, മറുഭാഗത്തെ കൂടി ഇത് പറയുന്നു. എങ്ങനെയുണ്ട് ഗുരുക്കളുടെ ബുദ്ധി? ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ വേറൊരു നഗ്ന സത്യം. ഇത് ഇങ്ങനെ പല ചാനലുകളും നമ്മളിങ്ങനെ ഡീബങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു അറിവാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർപ്ലക്സിറ്റി നിന്നിട്ടാണ് അങ്ങനെ ഒരു അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. ന്യൂസ് ചാനൽസിൻ്റെ അനാലിസിസും പെർപ്ലക്സിറ്റി വെച്ചിട്ടും അത് നമ്മൾ വീണ്ടും ലൈവിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ചെയ്യാം പ്രസൻറ്റേഷൻ വെച്ചിട്ട്. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇടാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തും വെസ്റ്റിലൊക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
യൂറോപ്പിലും യു എസിലൊക്കെ. എന്താ ഇപ്പം കഥ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതുവരെ കേട്ടതിന് നന്ദി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ഷെയർ ചെയ്യുക. ഏതെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തിരുമ്പി സന്ധിക്കുമ്പോഴേക്കും എല്ലാവർക്കും വണക്കം.